യേശുവിൻ കയ്യിലേൽപ്പിക്കണേ തള്ളയാ യേശുവിൻ കയ്യിലേൽപ്പിക്കണേ രക്ഷിതാവിനെ കാൺക പാപി നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 47 സങ്കീർത്തനം 9 വാക്യം. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ലോകത്തിൽ പല രാജ്യങ്ങളും പല ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും സ്വന്തം നേതാക്കളും ശക്തിയുമുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ ലോകത്തിൻ്റെ യഥാർത്ഥ രാജാവ് ദൈവമാണ്. 47 സങ്കീർത്തനം ഒരു സ്തോത്ര ഗീതമാണ്. ദൈവത്തിൻ്റെ രാജ്യത്വത്തെയും മഹത്വത്വത്തെയും പ്രഖ്യാപിക്കുന്നു. ഇന്നത്തെ വചനം നമ്മോട് പറയുന്നത്, എല്ലാ ജനതകളും ഒടുവിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുമ്പിൽ ഒന്നിച്ചുകൂടും എന്നാണ്. വചനം ഓർമ്മിക്കുന്നു, ജനതകളുടെ പ്രഭുക്കന്മാർ ഒത്തുകൂടുന്നു. ലോകത്തിലെ വലിയ നേതാക്കളും ശക്തരായ ആളുകളും ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കേണ്ടതായി വരും. ചരിത്രത്തിലേക്ക് നോക്കിയാൽ വലിയ സാമ്രാജ്യങ്ങളും ശക്തരായ രാജാക്കന്മാരും രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവ പിന്നീട് വീണ് ഉടഞ്ഞുപോയി. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇന്നത്തെ വചനം നമ്മോട് പറയുന്നത്, അവർ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ജനമായി ചേരുന്നു എന്നാണ്. ദൈവം അബ്രഹാമിന് നൽകിയ ഒരു വാഗ്ദത്തമുണ്ട്, നീ മുഖാന്തരം എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. ഇതിലൂടെ ദൈവത്തിൻ്റെ രക്ഷയും അനുഗ്രഹവും ഒരു ജനതയ്ക്ക് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കുമുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ജനമാകുന്നത് വിശ്വാസത്തിലൂടെയാണ്. നാം ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യണം. ഈ സങ്കീർത്തനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അവൻ ഏറ്റവും ഉന്നതനായിരുന്നു എന്ന് പറഞ്ഞാണ്. ഇത് നമ്മെ ആശ്വസിപ്പിക്കുന്ന വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം, രോഗങ്ങൾ വരാം, സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുക്കാം. എന്നാൽ ദൈവം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മുകളിൽ ഉന്നതനാണ്. അവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രിതാവ്, രാജാവ്. അവനെ നമ്മുടെ ജീവിതത്തിൽ രാജാവായി അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും സമാധാനപൂർണമായി തീരുകയും ചെയ്യും. ഈ നാളുകളിൽ ലോകത്തിൻ്റെ രാജാവ് നിയന്ത്രിതമായ കർത്താവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഉന്നതനായിരിക്കുന്ന നിന്നെ ജീവിതത്തിൽ അംഗീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.